കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ, ഇല്ലെങ്കിൽ കളിക്കില്ല. കൂടുതൽ ആലോചിക്കാൻ താല്പര്യമില്ല. ഒക്കെ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണ്. എടാ ചേട്ടാ, നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടാണ്, നീ എന്താണ്, നീ അങ്ങനെയാണ് ഞാൻ. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോയെന്ന് വരെ ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ടീമിൽ കിട്ടാത്തപ്പോൾ അതിനനുസരിച്ചും, പിന്നെ അതേപോലെ ശ്രീലങ്കയിൽ പോയി 2 ഡക്കൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട്. എല്ലാവരും കാണുമ്പോൾ വൈറ്റ് ബോൾ ടീമിലേ കിട്ടുന്നുള്ളൂ, സഞ്ജു വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന കൂടുതലെന്നുള്ളൊരു സംസാരം ഉണ്ടാവും. പക്ഷെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും പറ്റുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട്, അവൈലബിൾ ആവുന്ന മാച്ചസ് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാൻ. 3 ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാക്ടീസും ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. സീരിയസ് മൂഡായിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അറിഞ്ഞൂടാ, കുറച്ച് തമാശയ്ക്ക് അടിച്ചാലും പോവാല്ലേ പറയാം. അപ്പോൾ മെയിനായിട്ട് വലിയ സന്തോഷം, ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ KCA മീറ്റിംഗ് ആണ് ഓർക്കുന്നത്. ഒരു 10ാം വയസ്സിൽ തൈക്കാട്ടിൽ KCA ഓഫീസിൽ അച്ഛനമ്മയായിട്ട് വന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. അവിടെ നിന്ന് 10-20 വർഷത്തെ ഒരു ജേണി ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. ആ ജേണിയിൽ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മുടെ എന്നെ സപ്പോർട്ട് ചെയ്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും ഇങ്ങനത്തെ എപ്പോഴും ഒരു സംഭവം നടക്കുമ്പോൾ. പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യലായിട്ടുള്ളൊരു ന്യൂസ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേൾക്കുന്ന വെച്ചാൽ KCL നടക്കാൻ പോകുന്നതാണ് ഞാൻ കേട്ടുള്ളൂ. ഞാനപ്പോൾ വിനോദ് സാറും ജയ് സാറും എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനപ്പോൾ പറയാം, സാർ നടക്കൂ, ഇത് കുറേ വർഷമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇപ്രാവശ്യമെങ്കിലും നടക്കൂ. അപ്പോൾ അത് ഒരു റിയാലിറ്റി ആക്കിയത് വലിയൊരു കേരള ക്രിക്കറ്റ് ഫാൻസിനും എല്ലാവർക്കും KCA നൽകിയൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ബാക്കി സ്റ്റേറ്റ്സിലൊക്കെ കാണാം, കൈയൊക്കെ അടിച്ചാൽ കുറച്ച് നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് തോന്നി ഈ വർഷം KCL നടത്താം. പെട്ടെന്ന് ടീംസിനെ എല്ലാവർക്കും നമുക്ക് ഓപ്ഷനിൽ നടത്തി പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷെ ഇതിന്റെ ബാക്കിൽ നടന്ന കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു ലോങ്ങർ വിഷനായിട്ടാണ് ഞാൻ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കുറേ ടൂർണമെന്റ്സ് KCA കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2020 മുതൽ 2024 വരെ കുറേ ലോക്കൽ ടൂർണമെന്റ്സ് നമ്മുടെ ലോക്കൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റേഴ്സ് കളിക്കുന്നുണ്ട്. നമ്മുടെ പ്രസിഡൻസ് കപ്പ് ആയാലും ക്ലബ് ചാമ്പ്യൻഷിപ്പ് ആയാലും NSK ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റ്സ് ആയാലും ഇതിലെല്ലാം ഈ T20 ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ KCA കുറേ ഫ്രണ്ടിലോട്ട് വിഷൻ കണ്ടിട്ട് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ്ങർ വിഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് KCL നമ്മൾ ഈ വർഷം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കുറേ വർഷങ്ങളായിട്ട് പ്ലാൻ സെറ്റ് ചെയ്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. I think going through a cricket journey, a cricket career in India is not easy. കുറച്ച് അധികം പാടുപെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ്. കുറേ പാടുപെടുന്ന കുറേ ക്രിക്കറ്റേഴ്സിനെ എനിക്കറിയാം. ഇപ്പോൾ ഒരു ജൂനിയേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ സീനിയേഴ്സ് ആണെങ്കിലും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തിരിച്ചു വരാൻ പറ്റിയ ഒരു സംഭവം നമ്മുടെ സ്പോർട്സ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് കാണുന്നത്. കാരണം ലോകം മുഴുവൻ ഇത് ഈ ഒരു നമ്മുടെ കേരളത്തിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയുന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് ഇതുവരെ ഒരു 7 to 8 പ്ലെയേഴ്സ് നമുക്ക് IPL സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് when you have the tournament like KCL happening for next 3 to 5 years, I think I expect around 5 to 10 more players in the country. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്കിത് കാണേണ്ടത്. അപ്പോൾ അതിന് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ വേറെ എന്തൊക്കെയാണ് പറയുന്നത്, ഒന്നുമില്ല, വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. 30% ഒരു മെഗാ ലോഞ്ച് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2ാം തീയതി മുതൽ സഞ്ജു എനിക്ക് UK അങ്ങോട്ട് പോകുന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. ഈ സെപ്റ്റംബർ 19 വരെ കേരള ക്രിക്കറ്റ് ലീഗിന് വേണ്ടി അദ്ദേഹം ഒരു ഐക്കണായിട്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാം. ഇപ്പോൾ ഐക്കണാക്കിയെന്ന് പറഞ്ഞു. ഇത് രജിസ്ട്രേഷൻ അല്ലായിരുന്നു. നമ്മൾ എല്ലാ ഡിസ്ട്രിക്ട് അസോസിയേഷനിൽ നിന്നും അവരുടെ പ്ലെയർ ലിസ്റ്റ്, അവിടുത്തെ സെലക്ടേഴ്സ് തരുന്ന ലിസ്റ്റ് എടുത്തിട്ട് സ്റ്റേറ്റ് സെലക്ടേഴ്സ് ഈ എലിജിബിൾ കാറ്റഗറീസിലുള്ള ആൾക്കാരെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ടൂർണമെന്റ്സിന്റെ അടിസ്ഥാനത്തിലെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അത് ഏകദേശം 500ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം നമ്മുടെ നേരത്തെ നടന്ന ടൂർണമെന്റുകളുണ്ട്. ഈ പ്രസിഡൻസ് കപ്പും ക്ലബ് ചാമ്പ്യൻഷിപ്പും അങ്ങനത്തെ മേജർ ടൂർണമെന്റ്സിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിയും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ വൈകിട്ട് ഒരു 6 മാക്സിമം ഒരു 6 o'clock വരെ ആകുമ്പോൾ കഴിയും. മീഡിയ ഇല്ല, ഈ വീഡിയോ ഇത് പറ്റത്തില്ല. സ്റ്റിൽസ് എടുക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു എൻക്ലോഷർ പോലെ വെച്ചിട്ട് അവിടുന്ന് സ്റ്റിൽ ഫോട്ടോസ് എടുക്കാം. മറ്റത് സ്റ്റാറിന്റെ ഇതാണ്. അത് നമ്മുടെ അന്താരാഷ്ട്ര മത്സരമൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ. ഈ സഞ്ജീവനോട് എങ്ങനെയുണ്ടായിരുന്നു ഈ ടൂർ എന്ന് പറയും വിശേഷങ്ങൾ? വിശേഷം എന്തിന്റെ കഴിഞ്ഞ ടൂറുണ്ടായിരുന്നു. വിശേഷം ഭയങ്കര നല്ലൊരു കരിയറിൽ ഏറ്റവും നല്ലൊരു കഴിഞ്ഞ 3-4 മാസമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ IPL നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ IPL നല്ലപോലെ ചെയ്യാൻ പറ്റി. നമ്മുടെ വിചാരിച്ചത്ര ഫൈനലിൽ എത്താൻ പറ്റിയില്ല ടീമിന്, പക്ഷേ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി. അത് കാരണം വേൾഡ് കപ്പിലൊരു സ്ഥാനം കിട്ടിയത് വലിയൊരു ഡ്രീം സക്സസ് ആയിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ട് പണ്ട് കളിക്കുമ്പോഴൊക്കെ ഇന്ത്യ ടീമിന് കളിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഇന്ത്യ ടീമിന് കളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിരുന്നു വേൾഡ് കപ്പ് ടീമിൽ കയറണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരു 3-4 വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. മെയിനായിട്ട് ഈ വൺ ഡേ നമ്മൾ നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത്. പക്ഷേ മോളും നാള് വിചാരിച്ച T20 ടീമിൽ വരണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ T20 ടീമിനെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ടീമിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി. ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രസ്സിംഗ് റൂമിലും ആ പ്രഷറിൻ്റെ കൂടെ മുകളിലും താഴെയും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് കൂടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് ഒരു കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം. നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെന്റ്സിന്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എപ്പോഴും കാണാറില്ല. അപ്പോൾ എനിക്കൊന്ന് ബാക്കിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള രഞ്ജി ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ജയിക്കുന്ന ടീമിൻ്റെ ഒരു ഭാഗമായതിൽ വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ പിന്നെ അത് കഴിഞ്ഞ വിശേഷങ്ങൾ ഒരാഴ്ച ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം കപ്പയും മീനൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സിംബാബ്വെ ടൂർ പോയായിരുന്നു. അവിടെ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. പിന്നെ ശ്രീലങ്ക ടൂറിൽ പോയപ്പോൾ അവിടെ അത്ര വിചാരിച്ച പോലെ പറ്റിയില്ല. അപ്പോൾ കുഴപ്പമില്ലാതെ ഫിറ്റ്നസും ട്രെയിനിങ് എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ മുകളിൽ നിന്ന് ഒരാൾ വിചാരിച്ചുകൊണ്ടാണ് T20 കിട്ടിയെന്ന് പറഞ്ഞു. മുകളിൽ നിന്ന് ഒരാൾ വിചാരിച്ചുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ സഞ്ജു, BCCI ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണം എന്നുള്ളത് ഒരു നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥയായിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ സഞ്ജു 2020 ടീമിലുണ്ട്, ഏകദിന ടീമിലുണ്ട്. വൈറ്റ് ബോൾ ക്രിക്കറ്റാണ് സഞ്ജു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക്, ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്ക് വരണം, അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സഞ്ജു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ സഞ്ജുവിന്റെ ആഗ്രഹത്തിന് സഞ്ജു എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക്? ഇതൊക്കെ കണ്ടതിൽ സന്തോഷം. കുറേ നാളായി നമ്മള് എല്ലാവരും കാണുമ്പോൾ വൈറ്റ് ബോൾ ടീമിലേക്ക് കിട്ടുന്നുള്ളൂ, സഞ്ജു വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന കൂടുതലെന്നുള്ളൊരു സംസാരം ഉണ്ടാവും. പക്ഷെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും പറ്റുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട്, അവൈലബിൾ ആവുന്ന മാച്ചസ് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാൻ. 3 ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാക്ടീസും ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 3 ഫോർമാറ്റിന് വേണ്ടി പെർഫോം ചെയ്യാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ
വൈറ്റ് ബോൾ മാത്രമല്ല റെഡ് ബോളും കളിക്കാൻ ആഗ്രഹമുണ്ട്. അടുത്ത രഞ്ജി സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിന്റെ ഒരു ചാൻസ് കാരണം കഴിഞ്ഞ 2-3 രഞ്ജി സീസണുകളിലായിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് ആണ് കേരളം ടീം എന്ന നിലയ്ക്ക് വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട്. നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു സ്ഥിരം സ്ഥാനം കേരളത്തിന് കിട്ടുന്നുണ്ട്. അപ്പം സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസിയിൽ നമ്മൾ കേരളം രഞ്ജി ട്രോഫിയിലേക്ക് കിരീടം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അത്രയൊക്കെ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടോ, അതോ നമ്മൾ ആ ഒരു പാതയിലാണോ? ഓൾമോസ്റ്റ് ഭയങ്കര അടുത്താണ്. അപ്പോൾ നമ്മൾ പണ്ട് കളിക്കുമ്പോൾ കേരളം ക്വാളിഫൈ ചെയ്യുന്നത് ഒരു സ്വപ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫൈനൽ കളിക്കണം, ട്രോഫി ജയിക്കണം എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അതിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അപ്പോൾ അതിൻ്റെ ബാക്കി നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അസോസിയേഷൻ്റെ സപ്പോർട്ടും കേരള ടീമിൽ നേരത്തെ കളിച്ച സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിനുള്ള ഇൻവോൾവ്മെൻറ്റും കോച്ചൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടീം തരുന്നതും എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് കളിക്കുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കറക്റ്റ് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രഞ്ജി ട്രോഫി നമ്മൾ ഉറപ്പായിട്ടും ഒരു സെമി നമ്മൾ 3 വർഷം മുമ്പ് വയനാട് കളിച്ചായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു ഫൈനലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. താങ്ക് യു. സഞ്ജു ODIയിൽ അവസാനം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ചു. പിന്നീട് ODI ടീമിൽ സഞ്ജു ഇല്ല. വേൾഡ് കപ്പിലെ T20 വേൾഡ് കപ്പ് വരുമ്പോൾ സഞ്ജു വൺ ഡേ ടീം ഉണ്ടാവും, വൺ ഡേ വരുമ്പോൾ സഞ്ജു T20 ടീം ഉണ്ടാവും. ഈ ആരാധകരുടെ വലിയ അമർഷവും സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിനും ഒക്കെ ഉണ്ട്. സഞ്ജു എങ്ങനെയാണ് ഈ ഒരു സെലക്ഷനെ കാണുന്നത്? കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ, ഇല്ലെങ്കിൽ കളിക്കില്ല. കൂടുതൽ ആലോചിക്കാൻ താല്പര്യമില്ലായിരുന്നു. നമ്മൾ ഉറപ്പായിട്ടും ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ പർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട്. നമ്മളിടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. പുതിയ കോച്ച് എപ്പോഴും സഞ്ജുവിനെ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന, സഞ്ജുവിനെ പറ്റി നന്നായിട്ട് പറയുന്ന ഒരാളാണ്. നിങ്ങളുടെ പുതിയ കോച്ചോട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്? കൊള്ളാം. അതെ, അത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ എത്രയും വർഷം, ഒരു 3-4 വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ്. അപ്പോൾ എല്ലാം നമ്മുടെ വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ ഇവിടെയൊക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരൊരു സപ്പോർട്ടും. ഇപ്പോൾ ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ വരെ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട്. എടാ മോനെ കളിയടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമില്ല. അത് ഡ്രസ്സിംഗ് റൂമിൽ, ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണ്. എടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടാണ്, നീ എന്താണ്, നീ അങ്ങനെയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോയെന്ന് വരെ ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. അത്രയും സപ്പോർട്ടിന് നന്ദി. അപ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ടീമിൽ കിട്ടാത്തപ്പോൾ അതിനനുസരിച്ചും, പിന്നെ അതേപോലെ ശ്രീലങ്കയിൽ പോയി 2 ഡക്കൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്യൂരിറ്റി എനിക്കുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേട്ടില്ല. പറഞ്ഞ പോലെയൊക്കെ ഇവിടെ കളിപ്പിച്ച അവിടെ കളിക്കും. ആവശ്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനും റെഡിയാണ്. ഏത് ക്വസ്റ്റ്യൻ കളിക്കാൻ ഞാൻ റെഡിയാണ്. സഞ്ജു, ഈ ആരാധകരുടെ ആവേശം അത് കൂടുതൽ പ്രശ്നമുണ്ട്. കാരണം പലപ്പോഴും സഞ്ജുവിനെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സഞ്ജു സെലക്ട് ചെയ്യപ്പെടാതെ പോകുമ്പോഴോ ഒക്കെ സെലക്ടേഴ്സിന്റെ ഒക്കെ പേജിൽ പോയി അവരെ ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തില് ചേട്ടനാണെന്നാണ് ഞാൻ കേട്ടത്. കണ്ടുകൂടാ. അതെ, ആ ഇല്ല, എന്നെ ബാധിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ? എങ്ങനെയാണ് വിമർശനങ്ങളുണ്ടോ? വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഒരു എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ തോന്നുന്നു. പക്ഷേ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം, ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത്. കരിയർ അവസാനിക്കുന്നവരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട്
ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നോക്കും. പക്ഷെ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെജോറിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് KCL അടിച്ച് പൊളിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്നതിൻ്റെ കൂടെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ KCL എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പോഷറാണ്. ഭയങ്കര ഫെയിമും മണിയും ഇതിലോട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ യങ്സ്റ്റേഴ്സ് കേരള ക്രിക്കറ്റിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് മാത്രമാണ് ഇതൊരു ആൻറ്റി കറപ്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ടൂർണമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് കേരള ക്രിക്കറ്റേഴ്സിന്റെ വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളെല്ലാവരും എടുക്കണം. അതിന്റെ മെഷേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ കറക്റ്റ് സ്പിരിറ്റിൽ തന്നെ കളിക്കണം. പിന്നെ ഈ ടൂർണമെന്റിലോട്ട് വന്ന എല്ലാ നമ്മുടെ ഓണേഴ്സിനും വലിയ നന്ദി. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ഇനഫ് പേഷ്യൻസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ലോങ് ടേം വിഷൻ അല്ലേ. ഐ തിങ്ക് ഉറപ്പായിട്ട് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കണം. വലിയ വേറെ ലീഗ്സ് സക്സസ് ആയ പോലെ ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് ആ ഒരു എക്സ്പോഷർ മതി കിട്ടാൻ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും KCLനെ ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ടൊരു സക്സസ് ആയിട്ട് മാറ്റണം. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് അനൗൺസ്മെന്റ്. നമ്മുടെ സെപ്റ്റംബർ 2 നമ്മുടെ മാച്ചിന് മുൻപായിട്ട് നമ്മുടെ ലാലേട്ടൻ വരാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം മാച്ച് കാണാൻ വേണ്ടി. സഞ്ജു ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് വിന്നറായിട്ട് വന്ന പിന്നെ അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സഞ്ജു ഇന്നാണ് ട്രിവാൻഡ്രത്ത് എത്തിയെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അന്ന് നമ്മൾ ആ മാച്ച് സെക്കൻഡ് മാച്ച് തുറക്കുന്നതിന് മുമ്പ് ആദരിക്കുന്നത് വേൾഡ് കപ്പിനെ ആദരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മൊത്തം സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. സഞ്ജു നമ്മുടെ വേൾഡ് കപ്പ് വിന്നറായിട്ട് വരുന്ന ലാലേട്ടൻ സഞ്ജുവെ കൂടിയിട്ട് നമ്മൾ തുടക്കുന്നു. അതുകൂടെ ഒന്ന് അറിയിക്കുകയാണ്. താങ്ക് യു.